السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹൈർ. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപതനത്തിന്റെ അഗാധഘട്ടത്തിലേക്ക് അധപതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനൈക്യത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകത്തെങ്ങും മടിച്ചു വീശിയിരുന്നപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറേബ്യൻ മണലാരണ്യത്തിൽ ആഗതനായി. ജനന സമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവിടുത്തേക്ക് നേരിടേണ്ടി വന്നത്. തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ നിഷ്കളങ്കയായ ആ ചോര പൈതലിനെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. നോക്കൂ, ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അക്രമവും കൊള്ളയും കൊള്ളയൊപ്പും കൊണ്ടും കൊടുത്തും നിത്യസംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും മദിരാശയിലുമായിരുന്നു സായുജ്യം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ സംസ്കാര ശൂന്യരായ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചവശനാക്കുകയും വിമർശനത്തിന്റെ കൂരമ്പുകൾ നബിക്കെതിരെ എഴുതി വിടുകയും ചെയ്തു. എങ്കിലും ചിതറാത്ത ചിന്തത്തോടും പതറാത്ത പാദത്തോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രബോധനം തുടരുകയും വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിക്കൊടുത്തു. ഇത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ചരിത്രകാരന്മാർ ചിന്തകന്മാരുമെല്ലാം അവരുടെ നാവിൻ തുമ്പിലൂടെയും തൂലിക തുമ്പിലൂടെയും പ്രവാചകനെ പ്രശംസിക്കുന്നത്. ഡോക്ടർ ബർനാഡ് ഷാ പറയുകയാണ്, I like Muhammad's ability. Muhammad was not only a prophet but also a scientist and a socialist. ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. സ്വരാജ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൽപ്പിച്ചിരുന്നു. ഇർഹമു മാ ഫിൽ അർളി യർഹമുകും മാ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന് തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതയില്ലാതെ സ്നേഹം ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്യുന്ന നേതാവാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തിന് കാരുണ്യമായിട്ടാണ് അള്ളാഹു അങ്ങേ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന് കാരുണ്യമായി അവതരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതെല്ലാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മരണവേദനയിൽ പോലും തൻ്റെ ഉമ്മത്തിനു വേണ്ടി പൊട്ടിക്കരഞ്ഞ ആ പൊന്നാര ഹബീബിനെ നാം സ്നേഹിക്കുകയും
അവിടുത്തെ ചര്യകൾ പിൻപറ്റുകയും വേണം. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.